സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാൻ പിടിമുറുക്കി മുന്നോട്ട് പോവുകയാണ്. സംഘർഷത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിലപേശൽ ശക്തിയുള്ള രാജ്യമായി ഇറാൻ മാറി എന്നതാണ് സത്യം. അമേരിക്കൻ നിർദ്ദേശം തള്ളിയത് ഇറാന്റെ കരുത്തും വിലപേശൽ ശക്തിയും വീണ്ടും കൂട്ടി. ഇറാൻ കരാറിനായി യാചിക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ സത്യത്തിൽ യാചിക്കുന്നത് ട്രംപാണ്. മാത്രമല്ല, ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് 10 ദിവസം കൂടി ആക്രമിക്കില്ല എന്നാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. ഇറാനെ കരാറിലേക്ക് എത്തിക്കാൻ ഇങ്ങനെ പല തന്ത്രങ്ങളും പയറ്റുകയാണ് ട്രംപ് എന്ന് മനസ്സിലാക്കണം. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയെയും ഇറാൻ സ്പീക്കറെയും ഇസ്രയേൽ അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയതും ഇറാനെ എങ്ങനെയെങ്കിലും തണുപ്പിക്കാനാണ് എന്നാണ് വിലയിരുത്തൽ. ഇറാനെ പാട്ടിലാക്കാൻ പലതും ചെയ്യുന്നതിനൊപ്പം തന്നെ ചില ഗൂഢപദ്ധതികളും അമേരിക്ക ഇങ്ങനെ ആസൂത്രണം ചെയ്യുന്നു എന്നതുകൂടി നമ്മൾ നോക്കിക്കാണണം. ഇറാന്റെ ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ അമേരിക്ക നീക്കം ശക്തമാക്കിയെന്നാണ് റിപ്പോർട്ട്. അതിനായി കൂടുതൽ സൈനികരെ വിന്യസിച്ചതായി പറയപ്പെടുന്നു. എന്നാൽ അമേരിക്കയ്ക്ക് കനത്ത നാശം വരുന്ന രീതിയിലുള്ള പ്രതിരോധം ഇറാൻ ഗാർഗ് ദ്വീപിൽ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് സൈനിക വിദഗ്ധർ ട്രംപ് ഭരണകൂടത്തിന് നൽകുന്ന മുന്നറിയിപ്പ്. പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ 4 സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. സംഘർഷ സാഹചര്യം ഒരുങ്ങിയപ്പോൾ തന്നെ ഇറാൻ ഒരു കാര്യം ആവർത്തിച്ചു പറഞ്ഞിരുന്നു: ആക്രമണം നിങ്ങൾ തുടങ്ങിക്കോളൂ, പക്ഷേ അത് എപ്പോൾ നിർത്തണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന്. സത്യത്തിൽ അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറാന്റെ വിലപേശൽ ശക്തിയും കരുത്തും കൂടി എന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. അമേരിക്ക ഡീൽ ചെയ്ത രാജ്യം മാറിപ്പോയി എന്ന അബ്ബാസ് അരാഗ്ചിയുടെ പ്രസ്താവന ഇറാന്റെ ആത്മവിശ്വാസം വിളിച്ചറിയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ 15 നിർദ്ദേശത്തെ ഇറാൻ കയ്യോടെ തള്ളിയത്. ഇതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുമെന്ന് ഇറാന് കൃത്യമായി അറിയാമായിരുന്നു എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ. ഇറാൻ പിടിമുറുക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ട്രംപ് കരാറിനായി തിടുക്കത്തിൽ നീക്കം നടത്തുന്നത്. ഏറ്റവും ഒടുവിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നത് 10 ദിവസത്തേക്ക് കൂടി നീട്ടിവെച്ചിരിക്കുകയാണ് ട്രംപ്. ഒപ്പം ഒരു കാര്യം കൂടി ട്രംപ് പറഞ്ഞു: ഇറാൻ സർക്കാർ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഈ മാറ്റമെന്നും ഇറാൻ 7 ദിവസമാണ് ചോദിച്ചതെന്നും താൻ അത് 10 ദിവസമാക്കി കൊടുത്തു എന്നുമൊക്കെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ട്രൂത്ത് സോഷ്യലിലാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, ഇത് അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇറാൻ അമേരിക്കയുടെ 10 കപ്പലുകളെ ഹോർമൂസ് വഴി കടത്തിവിട്ടെന്നും അതാണ് തനിക്ക് ഇറാൻ തന്ന സമ്മാനമെന്നും ട്രംപ് പറയുന്നു. എന്നാൽ ഇത് ട്രംപിൻ്റെ ജൽപ്പനമാണെന്ന് തള്ളിക്കളയുകയാണ് ഇറാൻ. ചർച്ചകൾ വളരെ നന്നായി മുന്നോട്ട് പോകുന്നു എന്ന് ട്രംപ് അവകാശപ്പെടുന്നു. എന്നാൽ ചർച്ചകളൊന്നും നടക്കുന്നില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ആവർത്തിച്ചു പറയുന്നു. അതിനിടെ അരാഗ്ചിയെയും പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ഗാലിബ് ബഫിനെയും ഹിറ്റ് ലിസ്റ്റിൽ നിന്ന് ഇസ്രയേൽ നീക്കം ചെയ്തത് ഇറാനെ ചർച്ചകളിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് എന്നാണ് സൂചന. പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങൾ നടത്തിയ ശക്തമായ ഇടപെടലാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതിനെ ഒരു സമ്മർദ്ദ തന്ത്രമായാണ് അന്താരാഷ്ട്ര വിദഗ്ധരെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാണുന്നത്. ഇറാന്റെ പ്രധാന ചർച്ചാ പ്രതിനിധികളായ അരാഗ്ചിയെയും ഗാലിബഫിനെയും വധിച്ചാൽ നയതന്ത്ര ചർച്ചകൾക്കുള്ള എല്ലാ വഴികളും അടയുമെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ വാഷിംഗ്ടണിന് മുന്നറിയിപ്പ് നൽകി. സംസാരിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ വന്നാൽ യുദ്ധം അവസാനിക്കില്ല എന്ന് പാകിസ്ഥാൻ വൃത്തങ്ങളുടെ മുന്നറിയിപ്പിനെ തുടർന്ന് ഇസ്രയേലിനോട് ഹിറ്റ് ലിസ്റ്റിൽ നിന്ന് ഇവരെ ഒഴിവാക്കാൻ അമേരിക്ക ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇവർക്കുള്ള ഈ ആശ്വാസം വെറും 4-5 ദിവസത്തേക്ക് മാത്രമാണ് എന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സമയത്തിനുള്ളിൽ ചർച്ചകളിൽ പുരോഗതി ഉണ്ടായില്ല എങ്കിൽ ഇവരെ വീണ്ടും ഇസ്രയേൽ ലക്ഷ്യമിടും എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അബ്ബാസ് അരാഗ്ചിയെയും സ്പീക്കറെയും ഇസ്രയേൽ ലക്ഷ്യമിടും, അലി ലാറിജാനിയും മറ്റും ചെയ്തതുപോലെ. അതിനിടെ പാകിസ്ഥാൻ മുഖേന ലഭിച്ച അമേരിക്കയുടെ 15 സമാധാന പദ്ധതി ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥരും പരമോന്നത നേതാവിൻ്റെ പ്രതിനിധിയും വിശദമായി പരിശോധിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. നിർദ്ദേശങ്ങളെ ഇറാൻ തള്ളിയെങ്കിലും നയതന്ത്ര ചർച്ചകൾക്കുള്ള വാതിൽ പൂർണ്ണമായും അടച്ചിട്ടില്ല എന്ന് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ പരിശോധിക്കൽ, ആ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിനിടയിലാണ് ഇറാന്റെ തന്ത്രപ്രധാനമായ ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ അമേരിക്ക നീക്കം നടത്തുന്നുവെന്ന സൂചനകൾ കൂടുതൽ ശക്തമാവുന്നത്. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഗാർഗ് ദ്വീപ് പിടിച്ചെടുത്ത് സാമ്പത്തിക അടിത്തറ തകർക്കാനും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ സമ്മർദ്ദം ചെലുത്താനുമാണ് ഈ നീക്കമെന്നാണ് സൂചന. ഇതിൻ്റെ ഭാഗമായാണ് 3000-ഓളം സൈനികരെയും മറീൻ യൂണിറ്റുകളെയും മേഖലയിലേക്ക് വിന്യസിച്ചതെന്നാണ് റിപ്പോർട്ട്. ദ്വീപ് ഉപരോധിക്കാനോ അല്ലെങ്കിൽ നേരിട്ട് നിയന്ത്രണത്തിലാക്കാനോ ആണ് അമേരിക്കയുടെ പദ്ധതി എന്നാണ് അറിയുന്നത്. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ ഏകദേശം 90% നടക്കുന്നത് ഗാർഗ് ദ്വീപ് കേന്ദ്രീകരിച്ചാണ്. അതിനാൽ ഈ ദ്വീപിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർക്കും. വ്യോമാക്രമണങ്ങൾ കൊണ്ട് മാത്രം ഇറാന്റെ എണ്ണ വിതരണം തടയാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ട്രംപ് ഭരണകൂടം ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ പോകുന്ന രീതിയിലുള്ള പദ്ധതി തയ്യാറാക്കിയത് എന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത്.
എന്നാൽ അമേരിക്കൻ നീക്കം മുന്നിൽ കണ്ട് ഇറാൻ ദ്വീപിൽ വൻതോതിൽ പ്രതിരോധ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. ദ്വീപിന് ചുറ്റും മൈനുകൾ സ്ഥാപിക്കുകയും കൂടുതൽ സൈനികരെയും ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും വിന്യസിക്കുകയും ചെയ്തതായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ വൻ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകുമെന്നും മേഖലയിലെ അമേരിക്കൻ അനുകൂല രാജ്യങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്നുമാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫ് മുന്നറിയിപ്പ് നൽകുന്നത്. മാർച്ച് പകുതിയോടെ US സൈന്യം ഗാർഗ് ദ്വീപിൽ ആക്രമണം നടത്തിയിരുന്നു. അവിടെയുള്ള എല്ലാ സൈനിക ലക്ഷ്യങ്ങളും തങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചു എന്നാണ് ട്രംപ് അന്ന് അവകാശപ്പെട്ടത്. എന്നാൽ യുദ്ധവിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് മറ്റൊന്നാണ്. തന്ത്രപ്രധാനമായ ഗാർഗ് ദ്വീപ് സംരക്ഷിക്കാൻ ഇറാൻ എന്തും ചെയ്യുമെന്നാണ് അവർ അമേരിക്കയ്ക്ക് ഇപ്പോഴും മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ നീക്കം നടത്തിയാൽ അത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് അമേരിക്കയെ കൊണ്ടെത്തിക്കുമെന്നാണ് അവരുടെ മുന്നറിയിപ്പ്. ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കുന്നതും അധിനിവേശം നടത്തുന്നതും വിജയത്തിന് പകരം യുദ്ധം കൂടുതൽ വ്യാപിപ്പിക്കാനും നീണ്ടുപോകാനുമായിരിക്കും സാധ്യതയുണ്ടാക്കുക എന്നാണ് നയതന്ത്ര വിദഗ്ധരും പറയുന്നത്. റഷ്യ യുക്രൈനിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ക്യാമറകൾ ഘടിപ്പിച്ച മാരകമായ ഫസ്റ്റ് പേഴ്സൺ വ്യൂ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് അമേരിക്കൻ സൈനികർ വിധേയരാകും. അമേരിക്കൻ സൈനികരുടെ മരണദൃശ്യങ്ങൾ ഇറാൻ ഭരണകൂടം ഓൺലൈനിൽ പ്രചരിപ്പിക്കാനും സാധ്യതയുണ്ടെന്നും അമേരിക്കയുടെ തന്നെ മുൻ ഉദ്യോഗസ്ഥർ പറയുന്നു. ഗാർഗ് ദ്വീപിനെ ഡ്രോൺ കിൽ സോണാക്കി മാറ്റിക്കൊണ്ട് അമേരിക്കൻ കരസേനയെ നേരിടാനാണ് ഇറാൻ പദ്ധതി എന്നാണ് റിപ്പോർട്ട്. ദ്വീപിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ സൈനികരുടെയും അവരുടെ വാഹനങ്ങളുടെയും തത്സമയ ദൃശ്യങ്ങൾ കണ്ടെത്തി കൃത്യമായി ആക്രമിക്കാൻ ഈ FPV ഡ്രോണുകൾക്ക് സാധിക്കും. ഇതിനായി ഫൈബർ ഒപ്റ്റിക് സാങ്കേതിക വിദ്യയുള്ള ഡ്രോണുകൾ ഇറാൻ വിന്യസിച്ചു എന്നാണ് റിപ്പോർട്ട്. ഇവയെ ജാമിംഗ് വഴി തടയുക പ്രയാസമാണ്. അതായത് ഈ ഡ്രോണുകളെ ജാം ചെയ്ത് മുന്നോട്ട് പോകാൻ അമേരിക്കൻ സൈനികർക്ക് കഴിയില്ല. ഡ്രോണുകൾക്ക് പുറമെ ദ്വീപിൻ്റെ തീരപ്രദേശങ്ങളിൽ മൈനുകൾ, ആൻറ്റി ടാങ്ക് കെണികൾ, തോളിൽ വെച്ച് തൊടുക്കാവുന്ന മിസൈലുകൾ എന്നിവയും ഇറാൻ വൻതോതിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് റോയിറ്റേഴ്സ് പോലുള്ള വിശ്വസനീയമായ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ കൊണ്ടാണ് അമേരിക്കൻ സൈനികർ ദ്വീപിലേക്ക് പ്രവേശിച്ചാൽ അത് അവർക്ക് യഥാർത്ഥ നരകമായിരിക്കുമെന്ന് ഇറാൻ്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നത്. ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ ഏകദേശം 800 മുതൽ 1000 വരെ സൈനികർ മതിയാകുമെന്നാണ് അമേരിക്കൻ സൈന്യത്തിൻ്റെ കണക്കുകൂട്ടൽ. എന്നാൽ അവർക്ക് ആവശ്യമായ ലോജിസ്റ്റിക്കൽ പിന്തുണ നൽകുന്ന സംവിധാനങ്ങൾക്ക് കനത്ത സംരക്ഷണം വേണ്ടിവരുമെന്ന് US സെൻട്രൽ കമാൻഡ് വിലയിരുത്തുന്നു. അതുമാത്രമല്ല, ഗാർഗ് ദ്വീപ് പിടിച്ചെടുത്തത് കൊണ്ട് ഹോർമൂസ് ഇറാൻ തുറക്കണമെന്ന് ഉറപ്പില്ല എന്നും സൈനിക ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. കടലിൽ കൂടുതൽ മൈനുകൾ വിന്യസിച്ച് കപ്പൽ ഗതാഗതം ഹോർമൂസിൽ തടയാൻ ഇറാൻ ശ്രമിച്ചേക്കാം. ഇത് നിലവിൽ തന്നെ തടസ്സപ്പെട്ടിരിക്കുന്ന ഈ മേഖലയിലെ കപ്പൽ യാത്ര കൂടുതൽ അപകടകരമാക്കുമെന്ന് ചിലർ മുന്നറിയിപ്പ് നൽകുന്നു. മാത്രമല്ല, ഹൂതികളെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹൂതികളെ ഇറക്കി ചെങ്കടലിലെ കപ്പൽ പാത തടയാനും ഇറാൻ ശ്രമിച്ചേക്കും. ഇത് അന്താരാഷ്ട്ര വിപണിയെ കൂടുതൽ കുരുക്കിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നയതന്ത്ര വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. അതായത് ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വല്ലാത്തൊരു അവസ്ഥയിലാണ് സാമ്പത്തിക രംഗം മുന്നോട്ട് പോകുന്നത്, എണ്ണ വിപണി മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ ചെങ്കടലിലെ കപ്പൽ പാത കൂടി ഹൂതികളെ ഉപയോഗിച്ച് ഇറാൻ അടച്ചാൽ അത് വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ ഉൾപ്പെടെ മുന്നറിയിപ്പ്. എന്തായാലും എത്രയും പെട്ടെന്ന് കരാറിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണ് ട്രംപും കൂട്ടരും ആഞ്ഞു ശ്രമിക്കുന്നത്. അതിനുവേണ്ടി മാത്രമാണ് ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കുമെന്ന വാർത്തകൾ വരുത്താൻ അമേരിക്കൻ പത്രങ്ങൾ ശ്രമിക്കുന്നത് എന്നാണ് ഇറാൻ അനുകൂല വിദഗ്ധരുടെ വിലയിരുത്തൽ. എന്നാൽ കരാർ ഉണ്ടാക്കാനുള്ള നീക്കങ്ങളെ പൂർണ്ണമായും റദ്ദ് ചെയ്യാതെ വിലപേശൽ ശക്തി കൂട്ടാനാണ് ഇറാൻ നോക്കുന്നത്. ഈ നീക്കങ്ങൾക്ക് റഷ്യയുടെ പൂർണ്ണ പിന്തുണ ഇറാനുണ്ട്. ഗാർഗ് ദ്വീപിൽ റഷ്യൻ നിർമ്മിത ഡ്രോണുകളാണ് ഇറാൻ കൂടുതലായി വിന്യസിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ ചില നീക്കങ്ങൾക്കും റഷ്യയുടെ പൂർണ്ണ മേൽനോട്ടം ഉണ്ട് എന്നാണ് അമേരിക്ക സംശയിക്കുന്നത്. ഇതിനിടയിലും ഗൾഫ് മേഖലയിൽ, പ്രത്യേകിച്ച് സൗദിയിലും കുവൈറ്റിലും ഇറാൻ ആക്രമണം തുടരുകയാണ്. കൂടുതൽ രൂക്ഷമായ ആക്രമണം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അമേരിക്കയ്ക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം കൊണ്ടുവരാനുള്ള നീക്കമാണ് ഈ ഗൾഫ് മേഖലയിലെ ആക്രമണത്തിലൂടെ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ സംഘർഷാവസ്ഥ അവസാനിക്കട്ടെ എന്ന് സമാധാനം ആഗ്രഹിക്കുന്നവരെല്ലാം ഇപ്പോൾ വിചാരിക്കുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസിൻ്റെ വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. അടുത്ത വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.